നമുക്ക് ഈ സീസണിന്റെ ടോപ്പ് 5 ഫുട്ബോൾ ലീഗിന്റെ ഒരു ടൈറ്റിൽ പ്രഡിക്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ലാലിഗ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ബാഴ്സലോണ തന്നെയായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പൊസിഷനിൽ വരാൻ പോകുന്നത് റയൽ മാഡ്രിഡ് ആയിരിക്കും. സാബി അലോൺസോയുടെ ലാലിഗയിലെ ഫസ്റ്റ് മാച്ച് കണ്ടപ്പോൾ ആരാധകർക്ക് പോലും ചെറിയ രീതിയിലൊരു ഡൗട്ട് അടിച്ചിരുന്നു. ഞാൻ പറയുന്നത് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ലെവർകൂസിന് വേണ്ടി കാണിച്ച അതേ മാജിക്ക് തന്നെ റയൽ മാഡ്രിഡ് കാണിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തേർഡ് പൊസിഷനിൽ വരുന്നത് സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരിക്കും. അവിടുന്ന് നേരെ ജർമ്മൻ ബുണ്ടസ് ലീഗിലേക്ക് പോവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇത്തവണയും ബയൺ മ്യൂണിക്ക് തന്നെയായിരിക്കും. ഈ കൊല്ലമായാലും അടുത്ത കൊല്ലമാണെങ്കിലും അതിൻ്റെ അപ്പുറം കൊല്ലമാണെങ്കിലും ബയൺ മ്യൂണിക്ക് തന്നെയായിരിക്കും കപ്പടിക്കാൻ പോകുന്നത്. അവിടുന്ന് നേരെ ഫ്രാൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അവർ തന്നെയാണ് ടൈറ്റിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരീസ് സെയിന്റ് ജർമ്മൻ. നേരെ ഇറ്റാലിയൻ ലീഗിലേക്ക് സെരിയയിലേക്ക് പോവുകയാണെങ്കിൽ നാപ്പോളി ഓർ ഇന്റർ മിലാൻ. പക്ഷേ ഗൈസ് ഞാൻ പറയുന്നു ഇത്തവണ ഇന്റർ മിലാൻ ആയിരിക്കും കപ്പടിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പ്രീമിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രഡിക്ഷൻ ഇല്ല, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇത്തവണയും ലിവർപൂൾ തന്നെയായിരിക്കും കപ്പടിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ സീസണിലും ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ടൈറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും. പക്ഷേ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് ലിവർപൂളാണ് എപ്പോഴും ഉള്ളത്. ലിവർപൂൾ മാത്രമല്ല ആർസനലും ഉണ്ട്. ഈ സീസണിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ലിവർപൂൾ തന്നെയായിരിക്കും ടൈറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്നും ഏത് ടീമായിരിക്കും ടൈറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നതെന്നും കമന്റ് ബിലോ.